ഈ ഓൺ വോയിസ് വീഡിയോസൊക്കെ അത്യാവശ്യം ലാഗ് അടുപ്പിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് കറക്റ്റായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ പോലും കട്ട് ചെയ്യാതെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഓൺ വോയിസ് വീഡിയോസ് തന്നെയാണ് ബെറ്റർ. അപ്പം ഞാൻ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ബീഫൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ആ ബീഫെല്ലാം എടുത്ത് ഉരുളക്കിഴങ്ങിട്ട ഒരു തട്ടിക്കൂട്ട് ബീഫ് കറിയാണ് ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിടാൻ കറിവേപ്പില വേണം. കറിവേപ്പില വീട്ടുമുറ്റത്തുണ്ടായിരുന്നു, പക്ഷെ അത് ചെറിയ തൈ ആയതുകൊണ്ട് അതിൽ നിന്ന് പറിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു 2 തണ്ട് അവസാനം പറിച്ചു കൊണ്ടുവന്ന് തന്നെ ഇടേണ്ടി വന്നു. 2 തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ വെക്കാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമ്മൾ ഈസ്റ്ററിന് ഉച്ചയ്ക്ക് കഴിച്ച പൊരിച്ച കോഴീൻ്റെ ബിരിയാണി, ആ ബിരിയാണി നമ്മുടെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അതെടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു കളറിൽ കിട്ടി. ശരിക്കും നമ്മുടെ മറ്റേ ബിരിയാണി വൈറ്റ് കളറായിരുന്നു, ചൂടാക്കിയപ്പോഴത്തേക്കും ഇങ്ങനൊരു കളർ വന്നു. പക്ഷേ ഈ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ല ടേസ്റ്റ് ഉഗ്രൻ ടേസ്റ്റാണ്. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടച്ചോറാണ്. ഈ മുട്ടച്ചോറ് എല്ലാവർക്കും അറിയാവുന്നൊരു സാധാ നോർമൽ റെസിപ്പിയാണ്. വേറെ കറിയൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ ഒത്തിരി കറിയുള്ള സമയത്താണ് ഞാൻ ഈ മുട്ടച്ചോറ് ഉണ്ടാക്കി കഴിക്കുന്നത്. എനിക്ക് ഈ ലെഫ്റ്റ് ഓവർ സാധനം കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു മുട്ടച്ചോറ് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടുകയാണ്. ബിരിയാണിയുടെ മണം ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് മുട്ട ചിക്കിപ്പൊരിക്കുന്നതിൻ്റെ മണം അടിക്കുന്നു. ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം മുട്ട ചിക്കിപ്പൊരിച്ചതിൽ തന്നെ ഞാൻ ഒതുങ്ങിയാണ്. ഈ മുട്ടച്ചോറിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുത്തരിച്ചോറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കുത്തരിച്ചോറിൻ്റെ അരി. ഈ കുത്തരിച്ചോറും കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കഴിയുമ്പോഴത്തേക്കും കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. വേറെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും റൈത്തയോ പപ്പടമോ അച്ചാറോ എന്തെങ്കിലും വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്, ആ അച്ചാറും കൂട്ടി കഴിക്കാൻ പോവാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനലിൽ പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയുടെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇനി അതും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ ടാഗ് ചെയ്യാം.